ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊഡ്യൂൾ 5 വാട്ടർ ടെക്നോളജിയിലെ സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഓർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്. മൊഡ്യൂൾ 5 ലാസ്റ്റ് പോർഷനാണ്. അതുപോലെ തന്നെ നമുക്ക് എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നതാണ്. സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്തെ ട്രിക്ലിംഗ് ഫിൽറ്ററും UASB മെത്തേഡ് നമുക്ക്, അല്ലെങ്കിൽ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും എക്സാമിന് കാണുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് 5 സ്റ്റെപ്പാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് ഓർ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ്, സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദിസ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ 5 സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സീവേജ് വാട്ടർ. സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ അകത്ത് എത്ര സ്റ്റെപ്പുണ്ട്? 5 സ്റ്റെപ്പുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ പ്രിലിമിനറി സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അത് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഈ വാട്ടറിൻ്റെ അകത്തൊക്കെ സീവേജ് വാട്ടർ, അഴുക്ക് വെള്ളം എന്നല്ല അർത്ഥം. ഈ അഴുക്ക് വെള്ളത്തിൻ്റെ അകത്ത്, അതായത് ലാർജ് ഒബ്ജക്റ്റ് ഇതൊക്കെ കാണും, പ്ലാസ്റ്റിക്, അതുപോലെ തന്നെ ബോട്ടിൽസ്, പിന്നെ സാനിറ്ററി ഐറ്റംസ്, പേപ്പർ, അതുപോലെയുള്ള ലാർജ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? സ്ക്രീൻ ചെയ്ത് മാറ്റും, റിമൂവ് ചെയ്യും, അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. ഈ പ്രൈമറി പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓർഗാനിക് സോളിഡ്, സ്ലഡ്ജ്, ഹ്യൂമൻ വേസ്റ്റ് അതുപോലെയുള്ളതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മാറ്റുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഈ സ്റ്റെപ്സിനകത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ദിസ് സ്റ്റെപ്സ് ഇൻവോൾവ്സ് ദ സെപ്പറേഷൻ ഓഫ് ഓർഗാനിക് സോളിഡ് മാറ്റർ ലൈക്ക് ഹ്യൂമൻ വേസ്റ്റ്. സാധാരണഗതിയിൽ ഹ്യൂമൻ വേസ്റ്റ് ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ളത്. ദിസ് ഈസ് ഡൺ ബൈ പുട്ടിങ് ദ വേസ്റ്റ് വാട്ടർ ഇൻ ടു ലാർജ് സെറ്റിൽമെൻറ്റ് ടാങ്ക്. ഇതിനെ നമ്മൾ ഏതിലോട്ട് മാറ്റും? വലിയൊരു ടാങ്കിനകത്തോട്ട് മാറ്റും, അല്ലേ? അതിനുശേഷം എന്ത് ചെയ്യും? ഈ സോളിഡ് ആയിട്ടുള്ള എല്ലാം ഇതിൻ്റെ അടിയിലോട്ട് അടിയും, അല്ലേ? ദ സെറ്റിൽഡ് സോളിഡ്സ് ആർ കോൾഡ് സ്ലഡ്ജ്. ആ സെറ്റിൽ ചെയ്തിരിക്കുന്ന സോളിഡ്സിനെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത്? സ്ലഡ്ജ് എന്ന് പറയുന്നത്, അല്ലേ? ആഫ്റ്റർ റിമൂവിങ് ദ സ്ലഡ്ജ് ദ റെസ്റ്റ് വാട്ടർ ഈസ് ദെൻ സെൻഡ് ടു ദ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. അതായത് പ്രൈമറി ട്രീറ്റ്മെൻറ്റിനകത്ത് വേസ്റ്റ് എന്ന് പറയുന്നത് മണ്ണ്, അതുപോലെയുള്ള എല്ലാ ഹ്യൂമൻ വേസ്റ്റ്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്, അല്ലേ? അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും? കുറേ നേരം ടാങ്കിനകത്ത് സെറ്റിൽ ചെയ്യാൻ വെക്കും. അത് കുറച്ച് സമയം കഴിയുമ്പോൾ അതെന്ത് ചെയ്യും? താഴെ സെറ്റിലായതിന് ശേഷം അതിനെ നമ്മൾ വേറൊരു ടാങ്കിലോട്ട് എന്ത് ചെയ്യും? മാറ്റും, അല്ലേ? മാറ്റിയതിന് ശേഷം ആ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിന് കൊടുക്കും. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്താണ് ഏതൊക്കെ വരുന്നത്? ട്രിക്ലിംഗ് ഫിൽറ്ററും UASB മെത്തേഡും വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്ത് ഫസ്റ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് അത് ഒരു റെക്റ്റാങ്കുലർ, അതായത് നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്ററിൻ്റെ അതായത് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അതായത് ആ സീവേജ് വാട്ടറിൻ്റെ അകത്ത് ഇപ്പം നമുക്ക് നോക്കുമ്പോഴത്തേക്കിനും കണ്ണുകൊണ്ട് കാണുമ്പോഴത്തേനും ഏകദേശം ഒരു പ്യുവർ വാട്ടറായിട്ട് തോന്നും അതിനകത്ത്. കാരണം അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കോ കമ്പോ കോലോ കളിമണ്ണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് കണ്ണുകൊണ്ട് നോക്കുമ്പോഴത്തേനും അതെങ്ങനെയായിരിക്കും? ഏകദേശം പ്യുവർ ആയിട്ടുള്ള വാട്ടറാണ്. പക്ഷേ എങ്കിൽ അതിൻ്റെ അകത്ത് എന്തുണ്ടായിരിക്കും? ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും, അല്ലേ? കാണാൻ പറ്റാത്ത രീതിയിൽ ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും. ആ ഓർഗാനിക് മാറ്ററിനെ നമ്മൾ റിമൂവ് ചെയ്യുന്നത് ഏത് വെച്ചായിരിക്കും? മൈക്രോ ഓർഗാനിസം വെച്ചാണ് നമ്മൾ ഓർഗാനിക് മാറ്ററിനെ റിമൂവ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്ത് ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് എയറോബിക് ബാക്ടീരിയ, അല്ലെങ്കിൽ ഇൻ ദ പ്രസൻസ് ഓഫ് എയറിൻ്റെ പ്രസൻസിൽ ലീവ് ചെയ്യുന്ന ബാക്ടീരിയകൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ആണ് നമ്മൾ ഈ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രിക്ലിംഗ് ഫിൽറ്ററിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം റെക്റ്റാങ്കുലർ ബ്ലോക്ക്, അതായത് റെക്റ്റാങ്കുലർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു 2 മീറ്റർ ഡെപ്തിലായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതിനകത്ത് നിറച്ച് നമ്മൾ എന്തായിരിക്കും വെച്ചിരിക്കുന്നത്? ബ്രോക്കൺ, അതായത് ക്രഷ്ഡ് കല്ലും പൊട്ടിപ്പോയ കല്ലുകളും കട്ടകളും ഒക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. ഈ റെക്റ്റാങ്കുലർ ബോക്സിനകത്ത് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ബോക്സിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നിറച്ച് നമ്മൾ മൈക്രോബിയലായിട്ടുള്ള അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തെ ഇതിലോട്ട് നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിലോട്ട് മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
ആദ്യത്തെ സ്റ്റെപ്പ് എന്താ നോക്കിയേ, ഇറ്റ് ഈസ് റെക്റ്റാങ്കുലർ ഇൻ ഷേപ്പ് വിത്ത് 2 meter ഡെപ്ത്. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ക്രഷ്ഡ് റോക്സ്, ബ്രോക്കൺ ബ്രിക്സ് എക്സെട്ര അല്ലേ. അതുപോലെ തന്നെ ഓൺ ദാറ്റ് മൈക്രോബിയൽ ഗ്രോത്ത് ഒക്വേഴ്സ് ആൻഡ് ഫിറ്റഡ് വിത്ത് റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ. അതായത് ഈ ഇതിൽ നമ്മൾ മൈക്രോ ഓർഗാനിസം ഉണ്ട്, ആൽഗെ ഫംഗി അതുപോലത്തുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതേ കണക്ട് ചെയ്തുകൊണ്ട് ഒരു റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ, ഒരു പൈപ്പിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇത് നമ്മുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ പ്രീ ട്രീറ്റ്മെൻറ്റും പ്രൈമറി ട്രീറ്റ്മെൻറ്റും എല്ലാം കഴിഞ്ഞു വന്ന വാട്ടർ, അതായത് കമ്പ്, കോല്, പ്ലാസ്റ്റിക് അതുപോലെയുള്ളതിനെ പിന്നെ അതുപോലെ സ്ലഡ്ജിനെ എല്ലാം മാറ്റിയതിന് ശേഷമുള്ള വാട്ടറിനെ നേരെ നമ്മൾ ഏതിലോട്ട് കൊടുക്കും, ഈ റെക്റ്റാങ്കുലർ ബോക്സിലോട്ട് കൊടുക്കും. അത് ഏത് വഴിയാണ് കൊടുക്കുന്നത്, ഒരു പൈപ്പ് വഴി കയറി ആ പൈപ്പിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടർ പൈപ്പ് റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടറിൽ വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അത് നേരെ ഏതാണ് ആ പൈപ്പ് വഴി റൊട്ടേറ്റിംഗ് ഡിസ്ട്രിബ്യൂട്ടർ വഴി ഈ റെക്റ്റാങ്കുലർ ബോക്സിലോട്ട്, അല്ലെങ്കിൽ ഈ റെക്റ്റാങ്കുലർ ബോക്സിലോട്ട് സുവോളജിക്കൽ ഫിലിം എന്നതിനെ പറയുന്നത്, ഈ സുവോളജിക്കൽ ഫിലിമിലോട്ട് നേരെ വന്ന് എന്ത് വീഴും, ഈ വാട്ടർ വന്ന് വീഴും. ഇത് നിറച്ചും എന്തായിരിക്കുന്നത്, മൈക്രോ ഓർഗാനിസം ആയിരിക്കുന്നത് അല്ലേ. ഈ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും, ഈ വാട്ടറിൻ്റെ അകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. കൺസ്യൂം ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴത്തേക്കിലും പിന്നെ അതിൻ്റെ അകത്ത് ഓർഗാനിക് മാറ്റർ ഉണ്ടാവുമോ, ഇല്ല. പിന്നെ ഈ മൈക്രോ ഓർഗാനിസവും നമ്മുടെ വാട്ടറും എല്ലാം കൂടെ എന്ത് ചെയ്യും, വേറൊരു ടാങ്കിലോട്ട് കളക്ട് ചെയ്യും അല്ലേ. അപ്പം ഈ വേറൊരു ടാങ്കിലോട്ട് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ വാട്ടറിൻ്റെ അകത്ത് ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടൻറ്റ് ഇല്ല. പിന്നെ വേറെ എന്തേ ഉള്ളൂ, വാട്ടർ പ്ലസ് മൈക്രോ ഓർഗാനിസം. ആ മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ബാക്ടീരിയയും മൈക്രോ ഓർഗാനിസം എല്ലാം അതിൻ്റെ അകത്ത് കാണും അല്ലേ. അപ്പം നമ്മൾ അതിനെ ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് കൊടുക്കും, ക്ലോറിനേഷൻ അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത്രയും, അതായത് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്ത് ട്രിക്ലിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത് നമുക്ക് ട്രിക്ലിംഗ് ഫിൽട്ടറായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ UASB മെത്തേഡ്, 2 മെത്തേഡാണ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിനകത്ത് യൂസ് ചെയ്യുന്നത്. ട്രിക്ലിംഗ് ഫിൽട്ടറിനകത്ത് എയറോബിക് ബാക്ടീരിയ, ഇൻ ദ പ്രസൻസ് ഓഫ് എയറോബിക് ബാക്ടീരിയ, ഏതിൻ്റെ എയറോബിക് ബാക്ടീരിയയുടെ പ്രസൻസിലായിരിക്കും ഇവിടെ എന്ത് നടക്കുന്നത്, ഫിൽട്രേഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കിയാൽ ദെൻ ഇറ്റ് മൂവ്സ് ഡൗൺ ത്രൂ ദ ഫിൽട്ടറിംഗ് മീഡിയം. ഡ്യൂറിങ് ദിസ് മൂവ്മെൻറ്റ് മൈക്രോ ഓർഗാനിസം ദാറ്റ് സ്റ്റാർട്ട്സ് കൺസ്യൂമിങ് ഓർഗാനിക് മാറ്റർ ഇൻ ദ സീവേജ്. പിന്നെ എന്താ പറയുന്നത്, എ മോർ ഓർ ലെസ് ക്ലിയർ എഫ്ലുവൻറ്റ് ഈസ് കളക്റ്റഡ് ത്രൂ ദ ടാങ്ക്. പിന്നെ ലാസ്റ്റ് വരുന്ന ആ വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. വാട്ടറിനെ നമ്മളൊരു ടാങ്കിലോട്ട് കളക്ട് ചെയ്യും. പിന്നെ ആ വാട്ടറിനകത്ത് എന്തേ ഉള്ളൂ, മൈക്രോ ഓർഗാനിസവും വാട്ടറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ എക്സാമിന് ഇത് തന്നെ പഠിക്കുകയും വേണം കേട്ടോ. ഒന്ന് നോക്കിയേ, എഫ്ലുവൻ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്ലാസ്റ്റിക്കും അതുപോലെ സ്ലഡ്ജും എല്ലാം കഴിഞ്ഞ വേസ്റ്റ് വാട്ടർ ആ വാട്ടറിനെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ, അതായത് ഈ ഇതിലോട്ട് കടത്തി വിടുക ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഫിൽട്ടർ സപ്പോർട്ട് അല്ലെങ്കിൽ സുവോളജിക്കൽ ബെഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ബാക്കി എന്ത് ചെയ്യും, ഇവിടെ ആ ബ്രോക്കൺ ബ്രിക്സും അതുപോലെയുള്ളത് വെച്ച് നമ്മൾ ഉണ്ടാക്കിയേക്കുക. ഇതിൻ്റെ അകത്തൂടെ എന്ത് ചെയ്യും, വാട്ടർ കടന്ന് നേരെ മുകളിലോട്ട് ചെല്ലുന്നു. ഇവിടെ റൊട്ടേറ്റിംഗ് ആംസ് ഉള്ള പൈപ്പുണ്ട്. അത് നേരെ ഇതിൻ്റെ അകത്തൂടെ, ഈ പൈപ്പിനകത്തൂടെ വെള്ളം കയറുന്നു, താഴത്തോട്ട് ചീറ്റുന്നു അല്ലേ. ചീറ്റി നേരെ ഈ സുവോളജിക്കൽ ബെഡിലോട്ട് ചെന്ന് വീഴുന്നു. അവിടെ മൈക്രോ ഓർഗാനിസം ഉണ്ട്. അത് നേരെ എന്ത് ചെയ്യും, ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യും. ബാക്കി വരുന്ന വെള്ളം നമ്മളിവിടെ കളക്ട് ചെയ്തങ്ങ് മാറ്റി എഫ്ലുവൻറ്റ്. ആ വാട്ടർ എന്ന് പറയുന്നത് ടെർഷ്യറി ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത്. ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ് ഓക്കെ. ഇനി അടുത്തതെന്ന് പറയുന്നത് UASB മെത്തേഡ് എന്ന് പറയുന്നത് അപ്ഫ്ലോ എനേറോബിക് സ്ലഡ്ജ് ബെഡ് റിയാക്ടർ. ഇതിനകത്തെന്ന് പറയുന്നത് നേരത്തേത് എന്ന് പറഞ്ഞാൽ ട്രിക്ലിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് എയറോബിക് ബാക്ടീരിയ, എയറിൻ്റെ പ്രസൻസിലുള്ള ബാക്ടീരിയയാണ് നമ്മൾ എന്തിന് യൂസ് ചെയ്തത്, ട്രിക്ലിംഗ് ഫിൽട്ടറിനകത്ത്. അതേസമയം UASB മെത്തേഡിനകത്ത് എന്താണ് യൂസ് ചെയ്യുന്നത്, എനേറോബിക് ബാക്ടീരിയ. അപ്പം ഒരു കാര്യമുണ്ട്, നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റെപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ പ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരുന്നു, ആദ്യം നമ്മൾ പ്ലാസ്റ്റിക്, കമ്പ്, കോല് അതുപോലുള്ള കാര്യങ്ങൾ ലാർജ് ഒബ്ജക്റ്റിനെ എല്ലാം നമ്മൾ മാറ്റി, അതിന് ശേഷം ഇതിനെ നമ്മൾ വേറെ ടാങ്കിലോട്ട് മാറ്റി അതിൻ്റെ അകത്ത് സ്ലഡ്ജ് എല്ലാം കൂടെ സെറ്റിലായി
ആ കളിമണ്ണ് അതെല്ലാം കൂടെ സെറ്റിലായി കഴിയുമ്പോൾ അതിനെ നമ്മൾ വേറൊരു ടാങ്കിലോട്ട് ആ വാട്ടറിനെ മാറ്റുന്നു. പിന്നെ ബാക്കിയുള്ള വാട്ടറിനകത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിലൊന്നുമില്ല, ഏകദേശം നമുക്ക് ശുദ്ധജലമായിട്ട് തോന്നും. പക്ഷേങ്കിൽ അതിൻ്റെ അകത്ത് ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ആ ഓർഗാനിക് മാറ്ററിൻ്റെ കണ്ടൻറ്റിനെ നമ്മൾ മാറ്റാൻ വേണ്ടിയാണ് 2 മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഒരെണ്ണം ട്രിക്ലിംഗ് ഫിൽറ്ററും ഒരെണ്ണം UVSB മെത്തേഡും. ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ബാക്ടീരിയ എന്ന് പറയുന്നത് എയറോബിക് ബാക്ടീരിയ ആണ്. UVSB മെത്തേഡ് എന്ന് പറയുന്ന പ്രസൻസ് ഓഫ് എനേറോബിക് ബാക്ടീരിയ ആണ്. ഓക്കെ, അപ്പം ഇനി അത് പറയാം. presence of anaerobic bacteria, അതായത് it is an anaerobic treatment. In this process effluent is fed from the bottom of the reactor and it moves upward through the sludge blanket. അതായത് ഇതിൻ്റെ അകത്ത് എന്ന് പറയുന്നത് നമ്മൾ പടത്തിനകത്ത് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഇൻലെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ 2 മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാമെന്ന് പറയാം. ട്രിക്ലിംഗ് ഫിൽറ്ററിങ് യൂസ് ചെയ്യാം, UVSB മെത്തേഡ് യൂസ് ചെയ്യാം. അപ്പം ട്രിക്ലിംഗ് ഫിൽറ്റർ കഴിഞ്ഞിട്ടല്ല UVSB മെത്തേഡ്, ഒന്നുകിൽ ട്രിക്ലിംഗ് ഫിൽറ്റർ അല്ലെങ്കിൽ UVSB മെത്തേഡ്. അപ്പം നമ്മുടെ ഈ നമ്മുടെ ഈ വാട്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ കമ്പ്, പ്ലാസ്റ്റിക്, കോല അതെല്ലാം മാറ്റി, അതുപോലെ സ്ലഡ്ജിനെ എല്ലാം മാറ്റി നമ്മുടെ വാട്ടറിനെ നേരെ എന്ത് ചെയ്യുന്നു, അതിനാണ് ഇൻലെറ്റ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒരു ടാങ്കാണ്. ഈ ടാങ്കിനകത്ത് നമ്മൾ സ്ലഡ്ജ് ഗ്രാനുൾസ്, കളിമണ്ണ് കൊണ്ടുള്ള ഗ്രാനുൾസ് ഇങ്ങനെ നമ്മൾ നിറച്ചിട്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ എയറിൻ്റെ പ്രസൻസ് ഇല്ലാത്ത രീതിയിൽ ലൈവ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ആ ബാക്ടീരിയാസും സ്ലഡ്ജും എല്ലാം കൂടെ ഇതിൻ്റെ അകത്ത് ഇരിക്കുക. നമ്മുടെ ഈ വാട്ടറിനെ ഇങ്ങനെ കടത്തി വിടുന്നു. വാട്ടർ നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുന്നു. കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ എയറിൻ്റെ പ്രസൻസിലില്ലാത്ത ബാക്ടീരിയ എന്ത് ചെയ്യും, ഈ വാട്ടറിനകത്തുള്ള ഓർഗാനിക് മാറ്ററിനെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. ഇതിങ്ങനെ കൺസ്യൂം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കിനും അവിടെ എയറിൻ്റെ പ്രസൻസ് ഇല്ലാതെ വരുമ്പോഴത്തേക്കിനും അവിടെ എന്താ സംഭവിക്കുന്നത്, ഫൗൾ സ്മെല്ലാണ് ഉണ്ടാകുന്നത്. ആ ഫൗൾ സ്മെല്ല് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് മീഥെയിൻ, കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെയുള്ള ഗ്യാസുകളുടെ ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. അതിൻ്റെ ഈ ഗ്യാസസ് എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മുകളിലോട്ടിങ്ങ് പോകും അല്ലേ. ഇത് മുകളിലോട്ട് പോയി കഴിയുമ്പോഴത്തേന് ആ മഞ്ഞ കളർ കാണുന്ന ഗ്യാസുകളാണ്. ആ ഗ്യാസുകൾ ഇങ്ങ് മുകളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ബയോഗ്യാസ് ആയിട്ട് അല്ലെങ്കിൽ ബയോഗ്യാസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് ഗ്യാസ് കളക്ടറിൽ എന്ത് ചെയ്യും, നമ്മൾ കളക്ട് ചെയ്യും. പിന്നെ വീണ്ടും എൻ്റെ ഈ വാട്ടർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുകളിലോട്ട് നമ്മൾ വാട്ടർ ഇങ്ങനെ കൊടുത്ത് വിട്ടുകൊണ്ടിരിക്കില്ല. അപ്പോൾ ഈ വാട്ടർ എന്ത് ചെയ്യും, ഔട്ട്ലെറ്റ് വഴി പുറത്തോട്ട് പോകും. ഈ വാട്ടറിൻ്റെ അകത്ത് ഇനി ബാക്കിയുള്ളത് അനേറോബിക് ബാക്ടീരിയയും വാട്ടറും മാത്രമാണുള്ളത്. നമ്മൾ പിന്നെ ഇതിനെ എന്ത് ചെയ്യും, ഫോളോഡ് ബൈ ക്ലോറിനേഷൻ കൊടുത്ത് കഴിയുമ്പോഴത്തേനും അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, ആ മൈക്രോ ഓർഗാനിസം എന്ത് ചെയ്യും, റിമൂവ്ഡായിട്ട് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം നശിച്ചു പോകും അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എനേറോബിക് ട്രീറ്റ്മെൻറ്റ്. ഇൻ ദീസ് പ്രോസസ് എഫ്ലുവൻറ്റ്, അതായത് നമ്മുടെ വാട്ടർ ഫെഡ് ഫ്രം ദ ബോട്ടം ഓഫ് ദ റിയാക്ടർ ആൻഡ് ഇറ്റ് മൂവ്സ് അപ്വേർഡ് ത്രൂ ദ സ്ലഡ്ജ് ബ്ലാങ്കറ്റ്, അതായത് സ്ലഡ്ജ് ഗ്രാനുൾസ്, കളിമണ്ണിൻ്റെയൊക്കെ ഗ്രാനുൾസ്. സ്ലഡ്ജ് ബ്ലാങ്കറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ബയോളജിക്കൽ ഗ്രാനുൾസ് കണ്ടെയ്നിങ് ലാർജ് നമ്പർ ഓഫ് ബാക്ടീരിയ. അതിൻ്റെ അകത്ത് ഇഷ്ടംപോലെ ബാക്ടീരിയ ഉണ്ട്. അതായത് ഇൻ ദ പ്രസൻസ് ഓഫ് എനേറോബിക് ബാക്ടീരിയ ആണ്. As the waste comes in contact with the biological granules, anaerobic oxidation takes place, producing gases like methane. അല്ലേ, gases are collected at the gas collector at the top of the reactor. ഇത്രയേ ഉള്ളൂ അല്ലേ. ഇനി അടുത്തതെന്ന് പറയുന്നത് ടേർഷറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ കൊടുക്കുന്ന ക്ലോറിനേഷനാണ്. ക്ലോറിനേഷനകത്ത് നോക്കിയ ഡിസിൻഫെക്ഷൻ ഓഫ് എഫ്ലുവൻറ്റ് ഈസ് ഡൺ ബൈ ട്രീറ്റിംഗ് വിത്ത് ക്ലോറിനുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ പഠിച്ച വാട്ടർ ക്ലോറിനുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാകും, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈപ്പോക്ലോറസ് ആസിഡ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിക്കുന്നതാണ്. അങ്ങനെ അതിൻ്റെ അകത്ത് മൈക്രോ ഓർഗാനിസം എല്ലാം നശിച്ചു പോകും. ഓക്കെ, അപ്പം ഇത്രയും, അതായത് നമ്മളിന്ന് പഠിച്ചത് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 5 സ്റ്റെപ്പാണുള്ളത്. ആ സ്റ്റെപ്പ് നമ്മൾ കാണാതെ പഠിക്കണം. ഇതിൻ്റെ അകത്ത് ട്രിക്ലിംഗ് ഫിൽറ്ററും UVSB മെത്തേഡ് എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ അകത്ത് ചോദിക്കുന്നതാണ്. ഇത്രയും പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.